രണ്ട് മാർവൽ സിനിമകൾ. അപ്പോൾ മാർവൽ സിനിമകളെ പറ്റി ഇടയ്ക്ക് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങളാര് സൂപ്പർ ഹീറോ ആണെന്നുള്ളത്. അല്ല, ഞാൻ സൂപ്പർ ഹീറോ അല്ല. പക്ഷെ മാർവൽ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർ ഹീറോസിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണാത്ത, അതായത് അതിമാനുഷിക ശക്തിയൊക്കെ ഉള്ള ആൾക്കാരെ ഇങ്ങനെ സിനിമയിൽ, പക്ഷെ അവർ ഒരു സൂപ്പർ ഹീറോസാണ്, റിയൽ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമകളൊക്കെ എടുക്കുക. അതേ സമയത്ത് നമ്മൾ ചിലപ്പോൾ ബോളിവുഡിലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും സൂപ്പർ ഹീറോസാണ്, മാനുഷികമായ ശക്തിയാണ്, എവിടെയൊന്നും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടും എന്തും ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ട് ഒരു സാധാരണ ജീവിതത്തിൽ നടക്കാത്ത രീതിയിലുള്ള കഥകളൊക്കെ ആവുന്ന സമയത്ത് സൂപ്പർ ഹീറോസ്, അത് സൂപ്പർ ഹീറോ ആണ്, ഇതൊരു മ്യൂട്ടൻ്റ് ആണ് എന്നൊക്കെ രീതിയിലൊരു സംഭവം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഐ ലൈക്ക് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സിനിമകൾ, ഒന്ന് ഒരു 3-4 ആഴ്ച മുമ്പ് റിലീസായതാണ്, ഫാൻറ്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞിട്ട്. ഒരേ സിനിമ ക്യാപ്റ്റൻ അമേരിക്ക ജനുവരിയിൽ റിലീസായതാണ്. ആദ്യം നമുക്ക് ഫാൻറ്റാസ്റ്റിക് ഫോറിലേക്ക് കിടക്കാം. ഫാൻറ്റാസ്റ്റിക് ഫോർ ഞാൻ ചെറുതാവുമ്പോഴൊക്കെ കോമിക്ക്, മാർവലിൻ്റെ കോമിക്സിലും അതേമാതിരി കാർട്ടൂണുകളൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമയായിട്ടും കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് വന്നിട്ടുള്ള വേർഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എനിക്കുണ്ടായിരുന്നത് പെഡ്രോ പാസ്കൽ എനിക്കിപ്പം വളരെ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നൊരു ആക്ടറാണ്. അപ്പം അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് ഇതിൽ. അതാണ് ഇത് കാണാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല, മാർവൽ മൂവീസ് ജനറലി പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക, കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതിനുള്ളത്. അപ്പോൾ ഇതിൽ ഫാൻറ്റാസ്റ്റിക് ഫോർ എന്നുള്ളത് ഫാൻറ്റാസ്റ്റിക് 5 ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇതും കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇവർക്കൊരു കുട്ടി ഉണ്ടാവുന്ന ഒരു സംഭവമുണ്ട്. അപ്പം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനറ്റ്സ് വിഴുങ്ങുന്ന ഒരാൾ, ഒരു വില്ലൻ ഉണ്ട്. ആ വില്ലനെ, അപ്പോൾ ഇതൊക്കെ മാർവൽ കോമിക്സ് സ്ഥിരമായിട്ട് വായിക്കുന്നവരോ ഈ മാർവൽ യൂണിവേഴ്സിൻ്റെ ഉള്ളിൽ, അതായത് അതിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേര് അറിയുണ്ടാവും. എനിക്കതൊന്നും അറിഞ്ഞൂടാ. ഞാൻ ആ സിനിമയായിട്ട് കാണുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ നമ്മളെ ഈ പ്ലാനറ്റ്സിനെ തിന്നുന്ന ചങ്ങായിണ്ട്. അപ്പോൾ അങ്ങനെ മൂപ്പര് നമ്മളെ ഭൂമി തിന്നാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫാൻറ്റാസ്റ്റിക് ഫോർ അവിടെ പോവുകയാണ്. അതിനെങ്ങനെ ഇതാക്കും, എങ്ങോട്ട് പറഞ്ഞേക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ വില്ലനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതിലൊക്കെ ഉണ്ടല്ലേ, ഈ വെള്ളത്തിൻ്റെ ഉള്ളിലൊക്കെ സർഫ് ബോർഡിൽ പോകുന്നില്ലേ, ഇത് സർഫ് ബോർഡിലാണ്, പക്ഷേ അന്തരീക്ഷത്തിലാണ് ഈ ഫുൾ സർഫ് ബോർഡിൽ. രസമാണ്. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ തമാശയാക്കിയിട്ടോ കളിയാക്കിയിട്ടോ അല്ല, കാരണം അതൊക്കെ കാണുന്ന സമയത്ത് ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. അങ്ങനെ ഒരു സംഭവം ഒരാളങ്ങനെ ഈ സർഫ് ബോർഡിൽ ചെയ്യുന്ന മാതിരി ശൂന്യാകാശത്ത് ചെയ്യുന്നുള്ളത് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം എല്ലാവിധ ഇവർക്ക് ഇതൊന്നുമില്ല, എന്താ പറയുക, ഈ ബഹിരാകാശത്ത് ഉപയോഗിക്കേണ്ട ഡ്രസ്സും സാധനമൊന്നുമില്ല. കാരണം ഇവർ ഈ പ്ലാനറ്റിലുള്ള ആളുമല്ല. അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വന്ന് ഞാൻ മനസ്സിലാക്കിയ സാധനം വെച്ചാൽ ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഒരു സിനിമ, ബാക്കി നമ്മളിപ്പം ഇപ്പോൾ ബാറ്റ്മാനൊക്കെ ഒരു ഫിക്റ്റീഷ്യസ് ഇതിലാണ്, DC ആണ്, മാർവലല്ല. ഇപ്പോൾ നമ്മൾ അവെഞ്ചേഴ്സൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ കറൻറ്റ് കാലത്താണെന്നുള്ളൊരു തോന്നൽ വരും. ഈ ഫാൻറ്റാസ്റ്റിക് ഫോർ സം റീസൺ ഇതൊരു കറൻറ്റ് ടൈമിലല്ല, ഒരു ഏർലിയർ ടൈമിലാണ് എന്നുള്ളത് അതിൻ്റെ ഒരു മേക്കിംഗ് കൊണ്ടാണോ ആ സിനിമയുടെ ക്യാരക്ടേഴ്സ് കൊണ്ടാണോ, ഇറ്റ് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഇസ് സം ടൈം ഇൻ ദ 1960s ഹാപ്പനിങ് ഒരു കഥ മാതിരിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിന് ആക്ഷൻസ് ഉണ്ട്. മാർവലിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മാർവലും DC ഒക്കെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ഒരു ഫിക്ഷൻ ലോകത്തെക്കുറിച്ചും ഫിക്റ്റീഷ്യസ് ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും അതിന് നമ്മളെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ, ഇപ്പോൾ സൂപ്പർമാനിൽ ഞാൻ പറയേണ്ടത് ഇറ്റ് ആക്ച്വലി റിഫ്ലെക്ട്സ് ദർ ഈസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതൊക്കെ. ഇതിൽ അങ്ങനെയുള്ള സംഭവമൊന്നും കണ്ടില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയാണോ വലുത്, സമൂഹമാണോ വലുത് എന്നുള്ളൊരു ചോദ്യം ഇതിൽ വരുന്നുണ്ട്. ഫാമിലിയും വലുതാണ്, സമൂഹവും വലുതാണ്,
എന്നുള്ള ഒരു ഉത്തരത്തിലാണത് എത്തുന്നത്, അല്ലാണ്ട് ദിസ് ഓർ ദാറ്റ് എന്നുള്ളൊരു ഡിസിഷനിലേക്കല്ല. അത് ഫാൻറ്റാസ്റ്റിക് ഫോർ. അടുത്ത സിനിമ ക്യാപ്റ്റൻ അമേരിക്ക. ക്യാപ്റ്റൻ അമേരിക്ക ഞാൻ തിയേറ്ററിൽ കാണാതിരിക്കാൻ കാരണം ഐ തിങ്ക് ഐ വാസ് ട്രാവലിംഗ് അറ്റ് ദാറ്റ് ടൈം. പിന്നെ ഈ റിവ്യൂവിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ് കേട്ടോ. ഞാൻ റോട്ടൻ ടൊമാറ്റോസിൽ നോക്കാറുണ്ട് ചില സിനിമകൾ. ഐ ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ്. പക്ഷേ ഇത് റോട്ടൻ ടൊമാറ്റോസിൽ നോക്കിയപ്പം 60-69% കണ്ടുള്ളൂ. ആൻഡ് ദർ വർ അതർ മൂവീസ് വിച്ച് വാസ് മച്ച് മോർ റേറ്റഡ് ആൻഡ് ഐ വെൻറ്റ് ആൻഡ് വാച്ച് ദാറ്റ്. ഇത് കാണാൻ പറ്റുമായിരുന്നു, കണ്ടില്ല. നന്നായിട്ട് നല്ല ആക്ഷനും നല്ല ആക്ഷൻ സീക്വൻസുകൾ ഉള്ളതാണ്. ഐ തിങ്ക് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്ന കുറച്ചും കൂടി ഒരു ഗുമ്മ് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് ദാറ്റ് സെഡ് ഫൈനലി കണ്ടു. പക്ഷെ അത് കാണാണ്ടായ കാരണം ഇതിനു മുമ്പേ ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗാന്ധിയുടെ വധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു മലയാളം നോവൽ. അത് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഗാന്ധി എന്ന് പറഞ്ഞ സിനിമയിൽ, റിച്ചാർഡ് അറ്റൻബറോൻ്റെ സിനിമയിൽ ഗോഡ്സെ അഭിനയിച്ച ആൾ, ആ നടൻ ആരാണെന്ന് അന്വേഷിക്കണം തോന്നി. അപ്പോൾ വിക്കിപീഡിയയിൽ നോക്കിയപ്പം ഇന്ന ആളാണ്, ഇതൊരു ഹർഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം അയാൾ അമേരിക്കയിൽ എവിടെയാണ്, ഈസ് എ തിയേറ്റർ ആർട്ടിസ്റ്റ്, ഹി ഡസൻ ആക്ട് ഇൻ എ ലോട്ട് ഓഫ് മൂവീസ്. പക്ഷേ അയാൾ ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള സിനിമയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റോള് ചെയ്തിട്ടുണ്ട്. ആഹാ, അത് ശരി. അതായത് ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ ക്യാരക്ടർ ചെയ്ത ആളെ പിടിച്ചിട്ട് 2025 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ റോള് ചെയ്തതിൽ ഒരു പ്രാങ്ക് ഉണ്ട് മാർവലിൻ്റെ എന്ന് എനിക്ക് തോന്നി. അതിനൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാം. അങ്ങനെ കണ്ടപ്പോൾ അത് കാണണം എന്ന് തോന്നി. ആക്ച്വലി അതാണ് റീസൺ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അത് OTTയിൽ കാണണമെന്ന് തോന്നാനുള്ള കാരണം അതായിരുന്നു. ബട്ട് ഐ ലൈക്ക് ദ മൂവി. എനിക്കൊന്ന് ചില ആൾക്കാർക്ക് ഈ ക്യാപ്റ്റൻ അമേരിക്ക, നിങ്ങൾക്ക് അവെഞ്ചേഴ്സ് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ ആ ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള പദവി വേറൊരാൾക്ക് കൊടുക്കുകയാണ് അല്ലേ. ഇറ്റ് വാസ് എ വൈറ്റ് ഗൈ, ക്യാപ്റ്റൻ അമേരിക്ക, ആൻഡ് ഹി ഹാൻഡ് ഓവേഴ്സ് ദാറ്റ് ടു എ ബ്ലാക്ക് പേഴ്സൺ. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരും ചിലപ്പോൾ ഈ ലോകത്തുണ്ടാവും. ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ വെള്ള മനുഷ്യനല്ലേ, വെള്ളക്കാരനല്ലേ, അതെങ്ങനെ നമുക്കൊരു കറുത്ത വർഗ്ഗക്കാരന് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള മനസ്സിൻ്റെ ഉള്ളിൽ റേസിസമാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിൽ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ളൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. അത് വെളുത്ത ആളായാലെന്താ, മഞ്ഞ ആളായാലെന്താ, കറുത്ത ആളായാലെന്താ. ഒരു കാലത്തുണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വെള്ളക്കാരേ വരുള്ളൂ. ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു ബ്രൂസ് ഓൾമൈറ്റിയിലാണെന്ന് തോന്നുന്നത്, ആ സിനിമയിലാണെന്ന് തോന്നുന്നു മോർഗൻ ഫ്രീമാൻ പ്രസിഡൻ്റായിട്ട് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒബാമ വന്നതോടുകൂടിയിട്ട് പിന്നെ പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ചില സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇതാണ് അതിൻ്റെ ശരി, ഇങ്ങനെ ലോകത്തിൽ നടക്കൂ എന്നുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെ ഒരു സ്ത്രീ ആയിട്ടില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ത്രീ ആയിക്കൊണ്ട് ഒരു സിനിമ, ചില ആൾക്കാർക്ക് പറയും അതൊരു യാഥാർത്ഥ്യമല്ലല്ലോ എന്നുള്ളത്. ഈ മാർവൽ സിനിമയിൽ ഉള്ള ക്യാരക്ടേഴ്സ് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് പോലെ തന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ യാഥാർത്ഥ്യമല്ല എന്ന് ആൾക്കാർ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ഇതുവരെ ഒരു സ്ത്രീ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടില്ല. അപ്പം അങ്ങനത്തെ അത് വെച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് ഫിക്ഷനാണെന്നുള്ളത്. അപ്പം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ഫിക്ഷനിലെ ഇപ്പോൾ സയൻസ് ഫിക്ഷൻ ആയാലും ശരി, ഇങ്ങനത്തെ മാർവൽ കോമിക്സുമായിട്ടുള്ളതാണെങ്കിലും ശരി, അതിൽ കൂടെ നമുക്ക് പലതും പറയാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ, അത് നടക്കാൻ സാധ്യതയുണ്ടോ നടക്കാൻ സാധ്യതയില്ലേ എന്നുള്ളത് ഒന്നും ഓർക്കാതെ ആൾക്കാരിലേക്ക് ചില ഐഡിയാസ് എത്തിക്കാൻ ഇങ്ങനത്തെ സിനിമകൾക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇഫ് യു റിയലി ലുക്ക് അറ്റ് ക്യാപ്റ്റൻ അമേരിക്ക, അതിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ചില ഭാഗങ്ങളും കൂടെ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇന്ത്യ വരുന്നു, ചൈന വരുന്നു, റഷ്യ വരുന്നു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വേറെ. അപ്പോൾ എപ്പോഴും ഒരു നമ്മളുടെ കറൻറ്റ് പൊളിറ്റിക്സും കറൻറ്റ് എൻവയൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇക്കാലത്ത് മാർവൽ സിനിമകൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഈസ് ഓൾസോ വൺ റീസൺ ഐ ലൈക്ക് ദം. കാരണം വെച്ചാൽ സിനിമ കാണുമ്പം എന്താണ് കണക്ഷൻസ്, ഇത് വാട്ട് ഡസ് ദാറ്റ് മീൻ, വാട്ട് ഡസ് ദിസ് മീൻ എന്നുള്ളൊരു ഒരു ഒരു ഹിഡൻ കോഡ് ഈ സിനിമകൾ ഉണ്ടെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. ആൻഡ് ദാറ്റ് ഇൻക്രീസസ് മൈ ഇൻട്രസ്റ്റ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് വാച്ചിങ് ദോസ് മൂവീസ്. അപ്പോൾ വേറെ 2 സിനിമകളുടെ കാര്യമായിട്ട് ഇനിയും വരാം. അപ്പം എങ്ങനെയാക്കാം.